ചേച്ചി ചേച്ചി എവിടെ പോയിരുന്നു? ഞാനിവിടെ കിടന്നൊന്ന് മയങ്ങി. അന്നേരം കാഞ്ഞിരപ്പള്ളി കെട്ടിച്ചിരുന്ന എന്റെ മോളും കൊച്ചുങ്ങളും കൂടെ വന്നു കയറി. ഞാൻ അവരെയും കൂട്ടി വീട്ടിലേക്ക് പോയി. നിനക്കിത്തിരി ചായ തിളപ്പിച്ചതല്ലോ എന്ന് കരുതിയാ ഇങ്ങോട്ട് വന്നത്. ചേച്ചി, ചേട്ടൻ ഉണ്ണാൻ വന്നില്ലേ? ഇല്ല, വാസോന് ഞാൻ കറിയും ചോറും അടുക്കളയിൽ വിളമ്പി വെച്ചിട്ടുണ്ട്. ഈ ചേട്ടൻ എന്നും ഇങ്ങനെയാ, സമയത്തിനൊന്നും ഊണ് കഴിക്കില്ല. കഴിക്കും മോളെ, കഴിക്കാം ചേച്ചി. ഇതെന്നാടാ, അവള് കൊച്ചു കുട്ടിയാണോ ഉരുള ഉരുട്ടി വായി കൊടുക്കാൻ? ചേച്ചിക്ക് അറിഞ്ഞൂടെ, ഞാൻ ഉണ്ണാനിരുന്നാൽ ആദ്യത്തെ ഉരുള എന്റെ പൊന്നു പെങ്ങക്കുള്ള. അത് കുട്ടിക്കാലം മുതലേ ശീലിച്ചു പോയതാ. മോള് കഴിക്കും. ഏതെങ്കിലും ഒരു മന്ത്രി മേടിച്ചിരുന്നെങ്കിൽ 2-3 ദിവസം ലീവൊന്നും കിട്ടായിരുന്നു. ശരിയാ, കുറെ കാലം ഒന്ന് ചത്തിട്ട്. മനുഷ്യർ വഴി നടക്കാൻ സമ്മതിക്കില്ലേ? തെമ്മാടി കുട്ടി എന്തിനാ എന്നെ എറിഞ്ഞത്? അടിച്ചു ഞാൻ. ആൺപിള്ളേർ തല നടക്കുന്നോ അഹങ്കാരി? എടി പെണ്ണെ, അന്ന് നീ എന്നെ ചീത്ത പറഞ്ഞില്ലേ? അതിന്റെ ശിക്ഷയാണ് ഇപ്പൊ കിട്ടിയത്. നിങ്ങളാണ് കുട്ടി അറിഞ്ഞത്? ആണെന്ന് വെച്ചോ. നായിന്റെ മക്കളെ കൊന്നുകളെ ഞാൻ.
സുരേഷ്, ഐ എം സോറി. ഞാൻ സുരേഷ്, എന്നോട് ക്ഷമിക്കൂ സുരേഷ്. ഇതന്നെയല്ലേ ഇപ്പൊ ഇംഗ്ലീഷിൽ പറഞ്ഞതിന്റെ അർത്ഥം? എന്റെ ഈശ്വര, ഈ ചെറുക്കൻ എവിടെ പോയി കിടക്കുന്നുണ്ടോ? ഇവനെങ്ങ വന്നിരുന്നെങ്കിൽ എനിക്ക് എന്റെ വീട്ടിൽ പോവായിരുന്നു. ശ്ശോ. എന്റെ വാസു, നിനക്കൊന്ന് നേരത്തെ വന്നൂടെ? മണി 10 ആയുള്ളൂ ചേട്ടത്തി. നിനക്കത് പോരായിരിക്കും. എന്നാ പിന്നെ നേരം വെളുത്തിട്ട് വന്നാ മതിയായിരുന്നല്ലോ. നിന്റെ പെങ്ങളെ നോക്കി ഞാനിവിടെ ഇരുന്നാ മതിയോ? എനിക്ക് എന്റെ വീട്ടിൽ പോണ്ടേ? ആഹാ, ലക്ഷ്മി എന്താ ഇവിടെ കിടന്നുറങ്ങുന്നത്? അവള് നിന്നെയും കാത്ത് വായിച്ചു വായിച്ച് അവിടെ കിടന്നുറങ്ങി. ലക്ഷ്മി മോളെ, ലക്ഷ്മി, നിനക്കെന്താ മോളെ ഇത്ര ഉറക്കം? എത്ര നേരമെന്ന് വെച്ചാ കാത്തിരിക്കേണ്ടത്? ഞാനിവിടെ ഒറ്റയ്ക്കാണ്. ചേട്ടന് ഓർമ്മയില്ലല്ലോ? എന്റെ മോളെ, ചേട്ടന് വേറെ ഇത്തിരി പണിയുണ്ടായിരുന്നു. വേറെ പണി? എനിക്ക് പേടിയാവുന്നു ചേട്ടാ. ഈ വഴിയിൽ ഒരു കാൽപെരുമാറ്റം കേട്ടാൽ പോലീസാണെന്നാണ് എന്റെ ഭയം. ചേട്ടൻ എന്തെങ്കിലും ജോലി ചെയ്തൂടെ? ജോലി ചെയ്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. എന്നെ ഇങ്ങനെ ആക്കിയതല്ലേ? പാവം, ഈ ചേച്ചി ഇല്ലെങ്കിൽ എന്റെ സ്ഥിതി. ഹാ മതി, നീ വാ, നമുക്കൊല്ലാം കഴിക്കാം. ചേച്ചി വീട്ടിപ്പിക്കും. ആ, എന്താ സോറി പറയാൻ വന്നാണോ? അല്ല, ചുമ്മാ വന്നതാണ്. ചുമ്മാ എന്തിനാ എന്റെ അടുത്ത് വരുന്നത്? ദേഷ്യപ്പെടാതെ കൂട്ടി. പൊയ്ക്കോ. ഇവിടെ രണ്ടു ആമ്പിളിരിപ്പുണ്ട്. ചെന്ന് വഴക്കുണ്ടാക്ക. ഞാൻ വന്ന് 5-6 കൊടുക്കാം. ഇന്നലെ എന്നെ തല്ലിയത് എനിക്ക് നന്നായി വേദനിച്ചു. ആ, വേദനിക്കാനാ തല്ലുന്നത്. ഇനി ഇവിടെ നിന്ന് ഇനിയും കിട്ടും. പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ. ലക്ഷ്മി, നിന്നോട് ഇവിടെ ഇരിക്കാനാര് പറഞ്ഞു? കുട്ടിക്ക് എന്നോട് പിണക്കമില്ലെന്ന് എനിക്കറിയാം. ഓഹോ, എടാ സുരേഷ്, ഞാൻ കാരണം നിനക്ക് പ്രേമിക്കാൻ നല്ലൊരു പെൺകുട്ടിയെ കിട്ടി. ലക്ഷ്മി, എന്നോട് ക്ഷമിക്കൂ കുട്ടി. നമ്മൾ എന്തിനും ശത്രുക്കളൊക്കെ തമ്മിൽ തല്ലണം. നമുക്കെന്നും നല്ല കൂട്ടുകാരായിരിക്കാം. വിഷ് ഓൾ ദി ബെസ്റ്റ്. ബെസ്റ്റ് ഓഫ് ലക്ക്. സുരേഷ്, നല്ലോണം പ്രേമിക്കണം കേട്ടോ. ഓക്കെ? അവര് പറഞ്ഞതുപോലെ കുട്ടിയോട് എനിക്ക് അങ്ങനത്തെ ഇഷ്ടമൊന്നുമില്ല. എങ്ങനത്തെ? അങ്ങനത്തെ. ഓ, മനസ്സിലായി. ഞാൻ പോകുന്നു. കുട്ടി വയ്ക്കോ. കുട്ടി അങ്ങോട്ടല്ലേ? കുട്ടി ഇങ്ങോട്ടാണ്. വയ്ക്കോളൂ. ടാറ്റ. വാസു, വാസു,
എന്തായി രാത്രി ലക്ഷ്മി വാസുനൊന്ന് വിളിക്കും. ചേട്ടൻ ഉറങ്ങ ഇപ്പൊ വിളിക്കാൻ പറ്റില്ല. ഞങ്ങൾ വന്നെന്ന് പറഞ്ഞാ മതി, അവൻ ഉണരും. ഞാൻ വിളിക്കൂല. നിങ്ങൾ എന്തിനാ എന്റെ ചേട്ടനെ ഇങ്ങനെ ചീത്തയാക്കുന്നത്? ഓഹോ, ഞങ്ങൾ ചീത്തക്കാൻ അവനെന്താ കൊച്ചുകുട്ടിയാണോ? ചന്ദ്രനോ? അകത്തേക്ക് വരൂ. അകത്തേക്ക് വരാനൊന്നും സമയമില്ല. വാ, ഒരു കോൾ വേഗം വാ. വാടാ. മോള് പോയി കിടന്നോളൂ. ചേട്ടാ, ഈ രാത്രിയിൽ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ആ തല്ലിപ്പിളി ഇവിടെ. ഒറ്റയ്ക്കായാൽ ഇവൻ എന്തിനൊക്കെയാണ്? പുലി പിടിക്കും. ഒന്ന് വരാൻ പറ. പോയി കിടന്നു ഉറങ്ങു മോളെ. വാ, ഒന്ന് വാ. ഇഷ്ട ഞങ്ങൾക്കുണ്ട് ഈ കുടുംബം പെങ്ങളും പണ്ടാറൊക്കെ. ആ ആ ഇപ്പൊ എന്നോട് അങ്ങനത്തെ ഇഷ്ടം തോന്നുന്നുണ്ടോ? എങ്ങനത്തെ? അങ്ങനത്തെ ഓ.